ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ 15ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആദ്യമേ പഠിക്കുന്നത് മിറർ ഇമേജുകളാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം തന്നിട്ട് നമുക്ക് ക്ലോക്കിലെ ഒരു സമയം തരും. ആ സമയത്തിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, നമുക്ക് തരുന്ന സമയം 11 മണിയേക്കാളും താഴെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് തരുന്ന സമയം 11 മണിയേക്കാളും താഴെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ടൈമിനെ 11:60 നിന്നും കുറയ്ക്കുക. ഓക്കെ, 11:60 നിന്നും നമുക്ക് തന്നിട്ടുള്ള സമയത്തെ കുറച്ച് കഴിഞ്ഞാൽ 11 മണിയേക്കാളും താഴെയുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് നമുക്ക് കിട്ടും. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള സമയം അത് 11 മണിക്കും അതുപോലെ തന്നെ 1 മണിക്കും ഇടയ്ക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് കാണുവാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള സമയത്തെ 23:60 നിന്നും കുറയ്ക്കുക. 23:60 നിന്നും നമുക്ക് തന്നിട്ടുള്ള സമയത്തെ കുറച്ച് കഴിയുമ്പോൾ 11 മണിക്കും 1 മണിക്കും ഇടയുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് തന്നിട്ടുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് കാര്യം ഓർത്തുവെച്ചാൽ മതി. 11 മണിയേക്കാളും താഴെയാണെങ്കിൽ 11:60 നിന്നും സമയത്തെ കുറയ്ക്കുക. 11 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ 23:60 നിന്നും തന്നിട്ടുള്ള സമയത്തെ കുറയ്ക്കുക. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ടൈം 10:35. 10:35 മിറർ ഇമേജ് കാണുക. അപ്പോൾ 10:35 എന്ന് പറയുന്ന സമയം നമ്മുടെ 11 മണിയേക്കാളും താഴെയാണ്. അപ്പോൾ നമ്മൾ എന്തിൽ നിന്നുമാണ് അതിന് കുറയ്ക്കേണ്ടത്? 11:60 നിന്നും കുറയ്ക്കുക. 11:60 മൈനസ് 10:35. 60 നിന്ന് 35 പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 25. ദെൻ സ്വാഭാവികമായിട്ടും 11 നിന്ന് 10 പോയി കഴിഞ്ഞാൽ 1. നമ്മുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? 125 ആയിരിക്കും നമ്മുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 2 നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യൻ 2 പറയുന്നത് ഇതാണ്: ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് 7:19. 7:19 മിറർ ഇമേജ് കണ്ടുപിടിക്കുക. 7:19 എന്ന് പറയുന്നതും 11 മണിയേക്കാളും താഴെയുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 11:60 നിന്നും നമ്മൾ ഈ തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കും. 7:19 കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും? 60 നിന്നും 19 പോയി കഴിഞ്ഞാൽ 41 വരും. അതുപോലെ തന്നെ 11 നിന്നും 7 പോയാൽ 4 വരും. നമ്മുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? 4:41 നമ്മുടെ മിറർ ഇമേജ്. ഏത് സമയത്തിൻ്റെ? 7:19. ഓക്കെ, അപ്പോൾ നമ്മൾ 11 മണിയേക്കാളും താഴെ വരുന്ന സമയത്തിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഇനി ഇതിലും മുകളിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, 11 മണിക്ക് മുകളിൽ വരുന്ന സമയം, അതായത് 11 മണിക്കും 1 മണിക്കും ഇടയിൽ വരുന്ന സമയത്തിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 11:60 നിന്നും കുറച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളത് എന്തിൽ നിന്നുമാണ് കുറയ്ക്കേണ്ടത്? നമ്മളതിനെ 23:60 നിന്നും വേണം കുറയ്ക്കാൻ. 11 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളതിനെ എന്തിൽ നിന്നും കുറയ്ക്കണം? 23:60 നിന്നും കുറയ്ക്കണം. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. 11:40. 11:40 മിറർ ഇമേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 23:60 മൈനസ് 11:40. നമുക്ക് എന്തോ ഒരു ഉത്തരം? 60 നിന്ന് 40 പോയി കഴിഞ്ഞാൽ 20. 23 നിന്നും 11 പോയി കഴിഞ്ഞാൽ 12. 12:20 ആയിരിക്കും നമ്മുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. 11:40 മിറർ ഇമേജ് എന്ന് പറയുന്നത് 12:20 ആയിരിക്കും. സിമിലർലി നമുക്ക് മറ്റൊരു ഉദാഹരണം. സോ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് 12:32. 12:32 മിറർ ഇമേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 23:60 മൈനസ് 12:32.
എന്ത് വരും നമ്മുടെ ഉത്തരം? 60-ൽ നിന്നും 32 പോയി കഴിഞ്ഞാൽ 28. അതുപോലെ 23-ൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ 11. 11 28 12 32-ൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ക്ലോക്കിൽ നിന്ന് ചോദ്യം വരിക ഈ ഒരു രീതിയിലായിരിക്കും. അറ്റ് വാട്ട് ടൈം ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് വിൽ കോയിൻസൈഡ് ബിറ്റ്വീൻ 3 and 4. അതായത് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഏത് സമയത്ത് വെച്ചാണ് നമ്മുടെ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും കോയിൻസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ളതിൽ ചെറിയ സമയം, ഓക്കെ, ചെറിയ സമയം ഇൻറ്റു 60/11, ഓക്കെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ചെറിയ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3 × 60/11 എത്ര വരും? 180/11. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? 16 4/11 എന്ന് പറയുന്നത്. 16 4/11 എന്ന് പറയുന്നത് തന്നെയാണ് 150/11. അപ്പം എവിടെ വെച്ചാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? 3 മണി കഴിഞ്ഞ് 16:04 മിനിറ്റിൽ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഉത്തരത്തിൽ വരിക. ഇങ്ങനെ 3 മണി കഴിഞ്ഞ് 16:04 മിനിറ്റിൽ വെച്ചായിരിക്കും മണിക്കൂർ സൂചിയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചെറിയ സമയം ഇൻറ്റു 60/11 ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ചെറിയ സമയം ഇൻറ്റു 60/11 നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് 8 മണിക്കും 9 മണിക്കും ഇടയിൽ നമ്മുടെ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും എവിടെ വെച്ചാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ കാണും? നമ്മുടെ ചെറിയ നമ്പർ ഏതാണ്? ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 60/11 എത്ര വരും? നമുക്ക് 43.63 എന്ന് വരും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിയാലോ. അത് ബേസിക്കലി മാത്തമാറ്റിക്സിലെ അഡീഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഡാറ്റ ഞാൻ ആൻസറിലേക്ക് എടുത്തെഴുതിയത്. ഓക്കെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ചെറിയ സമയത്തെ 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. അപ്പോൾ ഇതൊക്കെ തരുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ആ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾക്ക് ഇപ്പം PSC ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ ആയിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസിന് നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ക്ലോക്ക് ഉണ്ട്. 24 മണിക്കൂറിനുള്ളിൽ എത്ര തവണ, ഓക്കെ, എത്ര തവണ ഒരു ദിവസം, അതായത് എത്ര തവണ ഒരു ദിവസം നമ്മുടെ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ ഹവർ ഹാൻഡും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറിൽ നമ്മുടെ മിനിറ്റ് സൂചിയും ഹവർ ഹാൻഡും തമ്മിൽ 22 തവണ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 22 തവണ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ ഹവർ ഹാൻഡും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊരു 12 മണിക്കൂറിനുള്ളിലാണല്ലോ. 12 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമ്മുടെ മിനിറ്റ് സൂചിയും ഹവർ ഹാൻഡും 11 തവണ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. 11 തവണ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു രീതിയിൽ തന്നെ അത് ചോദിക്കും. അപ്പോൾ അത് ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു ഇക്വേഷനൊക്കെ സോൾവ് ചെയ്ത് പോകാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണ്ടർസ്റ്റോമാണ്. അതുകൊണ്ട് ടൈം ഇല്ലാതിരുന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.